ഇപ്പൊ ചുമ, കേരളത്തിൽ ചുമ വർദ്ധിച്ചാൽ ആ ചുമക്ക് പ്രതിവിധികളുണ്ട്. ചുമക്കുള്ള പ്രതിവിധി ഇന്നലെ ഞാനിങ്ങനെ FB നോക്കിയപ്പോ കണ്ടതാ. ചുമച്ച് കേരളം, 5-ൽ ഒരാൾക്ക് ചുമ, സൂക്ഷിച്ചില്ലെങ്കിൽ ആസ്മയും ന്യൂമോണിയയും, വില്ലൻ മെറ്റാന്യൂമോ വൈറസ്. ഓക്കെ, ഈ ഒരു വാർത്ത കാണുമ്പോ തന്നെ നമ്മളില് സത്യത്തിൽ സന്തോഷമാണ് ഉണ്ടാവുക, ഭീതിയാണ് ഉണ്ടാവുക. FB തുറന്നപ്പോ കണ്ടതാണ്, ചുമച്ച് കേരളം. ചുമ അപ്പൊ തന്നെ നമുക്ക് ഫീൽ ഭയങ്കര ചുമ. ഇനി ആര് ചുമച്ചാലും ഈ വാർത്ത കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ചുമ, കേരളത്തിൽ ചുമ കൂടിയൊക്കെയാണ്. 5-ൽ ഒരാൾക്ക് ചുമ എന്ന് പറഞ്ഞേക്കണേ. നമ്മളിവിടെ എത്ര പേർക്ക് ചുമ ഉണ്ടാവും? 200-ൽ 5 ആൾക്ക് ചുമ ഉണ്ടാവും. 5-ൽ ഒരാൾക്ക് ചുമ എന്ന് പറഞ്ഞാല് ഭയങ്കര കണക്കായി പോയി. സൂക്ഷിച്ചില്ലെങ്കിൽ എങ്ങനെ സൂക്ഷിക്കണ്ടേന്നുള്ളതാണ് ചുമയെ സൂക്ഷിക്കണം. എങ്ങനെയെന്ന് വെച്ചാല് നന്നായിട്ട് ചുമച്ച് സൂക്ഷിക്കണം. ചുമച്ചാൽ നെഞ്ചിലൊക്കെ ഇങ്ങനെ കഫം കൂടുങ്ങനൊക്കെ കാണാം, കറകറെ സാധനം വരും. അപ്പൊ നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് ചുമച്ചു കൊടുക്കുക, എന്നിട്ട് ആ കഫത്തെ കളയുക. ആ കഫത്തെ സപ്രസ് ചെയ്താൽ രോഗം വരും. മനസ്സിലാവണ്ട, നമ്മൾ സാധാരണ രീതിയിൽ ചുമയെ സഡേറ്റ് ചെയ്യുന്നത് മരുന്നുകൾ കൊണ്ടാണെങ്കിൽ ചുമയെ സഡേറ്റ് ചെയ്യേണ്ടത് ചുമക്കാനുള്ള കാരണം പോകുമ്പോഴാണ് ചുമ മാറേണ്ടത്. അപ്പൊ നമുക്ക് നല്ല ചുമയുണ്ട്, ആ ചുമക്കുമ്പോ കഫമൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്നുകൂടി ആ ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചുമയെ അങ്ങോട്ടാക്കുക. കാര്യമായിട്ടാ, നമ്മളൊന്ന് ട്രൈ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ചുമക്കുമ്പോ ആ കഫം പുറത്തേക്ക് പോയാൽ ഈ പറഞ്ഞ ന്യൂമോണിയയും ബ്രോങ്കിയൽ ഒന്നും വരില്ല. കാരണം അത് കെട്ടിക്കിടന്നാലാണ് പ്രശ്നമാവുക. അപ്പൊ ചുമക്കുന്നവരെ നോക്കി പേടിക്കണ്ട, പകരം ചുമക്കുന്നത് തടയുന്നതിനെ നോക്കിയാണ് പേടിക്കേണ്ടത്. ചുമ രോഗമല്ലല്ലോ. പനി, ജലദോഷം, ചുമ, ഛർദില്, തുമ്മല്, ചൊറിച്ചില്, വയറിളക്കം, ഇതൊക്കെ രോഗമാണോ? സത്യത്തിൽ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ചിട്ട് പലപ്പോഴും പലർക്കും വരുന്ന പല വിഷയങ്ങളെയും പിടിച്ച് രോഗമാക്കി ജനങ്ങളെ ഭീതിയിൽ ആഴ്ത്തുന്ന സംവിധാനം സത്യത്തിൽ തെറ്റല്ലേ? ജനങ്ങളെ ചുമപ്പിക്കുന്നു, കേരളം ചുമയിൽ എന്നൊക്കെ കേൾക്കുമ്പോ ചുമക്കുന്നവരെ നോക്കിയിട്ട് മറ്റേ വൈറസ് ആണോ എന്ന് ഓർത്തു പോകുമ്പോ അവനിൽ ആ ചുമ വരാനൊരു സാധ്യതയില്ലേ? കാരണം ഏതൊന്നിനെ ഒരുത്തൻ ഭയക്കുന്നുവോ അത് അവനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഏതൊന്നിനെ അവൻ ആഗ്രഹിക്കുന്നുവോ അത് അവനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ. ഭയന്നാലും എന്ന് പറഞ്ഞാൽ വരല്ലേ എന്ന് പ്രാർത്ഥിച്ചാലും അത് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ചുമ, കേരളത്തിൽ ചുമ വർദ്ധിച്ചാൽ ആ ചുമക്ക് പ്രതിവിധികളുണ്ട്. ചുമക്കുള്ള പ്രതിവിധി സാധാരണ രീതിയിൽ പ്രാണമുദ്ര എഫക്ട് ചെയ്യും. പ്രാണമുദ്ര ചുമക്ക് നല്ലതാണ്. ലങ്സ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചുമച്ചൊക്കെ അങ്ങോട്ട് പൊക്കോട്ടെ. പ്രാണമുദ്ര പിടിച്ചാൽ അത്യാവശ്യം ലങ്സിന്റെ കപ്പാസിറ്റി സെറ്റ് ആവും. ചുമ മാറുമെന്ന് മാത്രമല്ല, ചുമക്കാനുള്ള കാരണം എന്തൊക്കെയുണ്ടോ അതൊക്കെ മാറിക്കോളും. പിന്നെ രണ്ടാമത്തേതാണ് പനിക്കൂർക്കല. പനിക്കൂർക്കല കൈയുടെ കൈവെള്ളയിൽ എന്ത് ചെയ്യുക? പനിക്കൂർക്കല വെച്ച് കെട്ടുക. പനിക്കൂർക്കല കൈയുടെ തള്ളവെല്ലിന്റെ താഴെ പനിക്കൂർക്കലയുടെ ഡാർക്ക് കളർ സ്കിന്നിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചു നോക്കുക. രാത്രി കിടക്കാൻ നേരത്തെ ഒട്ടിച്ചു നോക്കുക, രാവിലെ അഴിച്ചു കളയാം. നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന സാധനമാണ് പനിക്കൂർക്കല. ആ പനിക്കൂർക്കലയുടെ മുകൾ ഭാഗം, താഴ്ഭാഗം, 2 ഭാഗം ഉണ്ടല്ലോ, ആ മുകൾ ഭാഗം എന്താ ചെയ്യുക? സ്കിന്നിൽ ടച്ച് ചെയ്യുക. നമ്മുടെ കൈയുടെ തള്ളവെല്ലിന്റെ ആ തടിച്ചിരിക്കുന്ന ഭാഗത്ത് സ്കിന്നിൽ ടച്ച് ചെയ്യുക. പനിക്കൂർക്കല വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ലങ്സ് സംബന്ധമായ പ്രശ്നങ്ങൾ, ബ്രോങ്കിയൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ അത് എഫക്ട് ചെയ്യും. പനിക്കൂർക്ക ഇല, ചുമക്കൂർക്കയിലുണ്ട്, പനിക്കൂർക്കയിലുണ്ട്. രണ്ടായാലും കുഴപ്പമില്ല. ചുമക്കൂർക്കയില ആൾക്കാർക്ക് അറിയാമെങ്കിൽ അതായാലും കുഴപ്പമില്ല. അത് ചുമ മാറണവരെ വെച്ചേട്ടാ, എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് വെച്ചേട്ടാ, ഒരു 6-7 ദിവസമൊക്കെ വെച്ച് കെട്ടിയാൽ മതിയാവും. ആദ്യത്തെ ദിവസം തന്നെ നല്ല മാറ്റം വരും. അപ്പൊ ചുമക്കുന്നത് സത്യത്തിൽ നല്ലതാണ്. ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാൽ അയാൾക്ക് CPR ചെയ്ത് കൊടുക്കണം. CPR ചെയ്യാൻ ആളെ കിട്ടിയില്ലെന്ന് വെച്ചിരിക്കുക, ആരുമില്ല. ആ ഒരു സമയത്ത് അയാൾക്ക് അറ്റാക്ക് വന്നാൽ അയാൾ ചുമക്കട്ടെ എന്നാണ്. ചുമച്ച ഹോസ്പിറ്റലിൽ എത്തിയതാണ് എന്ന് പറഞ്ഞാൽ സ്വയമേ ചെയ്യാവുന്ന CPR ആണ് ചുമ. ഹലോ, അപ്പൊ അത് ഹാർട്ടിന് നല്ലതല്ലേ? നിനക്ക് ചുമ വന്നാൽ ചുമ നല്ലതാണ് എന്ന് മനസ്സിലാക്കുക. ചുമച്ചാൽ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളാനാണെങ്കിൽ അത് പുറന്തള്ളിക്കോട്ടെ എന്ന് മനസ്സിലാക്കുക. ഇനി അത് മാറാനാണ് നമ്മൾ പ്രാണമുദ്ര പറഞ്ഞു. അതേപോലെ തന്നെ പനിക്കൂർക്കല കൈയുടെ തള്ളവെല്ല്, സുജോക് തെറാപ്പിയുടെ ഒരു മെത്തേഡിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് പനിക്കൂർക്കല വെച്ച് കെട്ടുക എന്നുള്ളത്. അതും നല്ലതാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം പനി, ജലദോഷവും വയറിളക്കമൊക്കെ വന്നാൽ വലിയ ക്യാൻസറും കിഡ്നി രോഗമൊക്കെ വരൂലെന്നേ. ഇത്തിരി ചുമച്ചത്തിരി കഫമൊക്കെ പോയി വയറിളക്കൊക്കെ പോയാൽ വലിയ വലിയ രോഗങ്ങൾ പോകുന്നേ. ഈ വയറിളക്കി പോകുമ്പോഴൊക്കെ നമ്മൾ ഇതിനൊക്കെ അഡപ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വേണ്ടാത്ത രോഗം വിളിച്ചു വരുത്തു. സംശയം ചോദിക്കാണ്ട്, ഇപ്പം ചുമ വന്നു കഴിഞ്ഞാൽ ചുമച്ച് ആ കഫം പുറത്തു കളയാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ തന്നെ പനിക്കൂർക്ക അത് കൈൻ്റെ തള്ളവെല്ല് വെച്ച് കെട്ടാൻ പറഞ്ഞ് പ്രാണമുദ്ര ഒഴിക്കാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ സംശയത്തിൽ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അത് എന്ത് ചെയ്യാൻ കഴിയുന്നു? നമുക്ക് ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞ കാര്യം പനിക്കൂർക്കൻ്റെ ഇല ചിലപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വെച്ച് കെട്ടി കൊടുക്കാം. ബാക്കി 2 കാര്യം
അതെങ്ങനെയെന്നുള്ളൊരു സംശയം ചോദിച്ചാണ്. പനിക്കൂർക്കല വച്ച് കെട്ടാൻ കുട്ടികൾക്ക് പറ്റുമല്ലോ? പറ്റും. അത് കൈയുടെ തള്ളവിരലിൽ കുട്ടികൾക്ക് വെച്ച് കെട്ടിയാൽ ചിലപ്പോൾ കുട്ടികൾ കളയും. അപ്പൊ കാലിന്റെ തള്ളവിരലിന്റെ താഴെ തടിച്ച ഭാഗത്ത് വെച്ച് കെട്ടിയാൽ മതി. ചോദ്യം നല്ലതാണ്. കുട്ടികളായാലും വലിയവരായാലും എല്ലാവർക്കും തന്നെ പറ്റും. കാരണം പ്രാണമുദ്ര കുട്ടികൾക്ക് പിടിക്കാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്താൽ മതി? ടേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സംഭവം അത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ചാൽ പോരെ. അപ്പൊ കുട്ടികൾക്ക് അവര് പ്രാണമുദ്ര പിടിക്കൂല, കയ്യിലൊട്ടിച്ചു കൊടുത്താൽ എന്താ പറയാ, അത് പറിച്ച് കളയും. എങ്കിൽ അവര് ഉറങ്ങുമ്പോൾ കാലിന്റെ അടിയിലെ തള്ളവിരലിന്റെ താഴെയുള്ള ഈ തടിച്ച ഭാഗത്ത് പനിക്കൂർക്കല വെച്ച് കെട്ടി കൊടുത്താൽ മതി. ടൈപ്പ് ചെയ്ത് കൊടുക്കുക പേപ്പർ പ്ലാസ്റ്റർ വെച്ചിട്ട്. അതേപോലെ മുദ്ര പിടിക്കൂലാത്ത കുട്ടികളാണെങ്കിൽ പേപ്പർ പ്ലാസ്റ്റർ വെച്ചിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. രാത്രി കിടക്കാൻ നേരത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ അയച്ചു കളയാം. ഇനി രാത്രി മുഴുവൻ ആ പ്രാണമുദ്ര വെച്ച് കെട്ടിയെന്ന് വെച്ച് കുഴപ്പമില്ല. ചുമ മാറാനുള്ളതാണ്, ചുമ മാറ്റാനുള്ളതാണ് ഈ ടെക്നിക്ക് രണ്ടും, പ്രാണമുദ്രയും പനിക്കൂർക്കലയും. പക്ഷേ ചുമ മാറ്റലല്ല, ചുമക്ക് ഉണ്ടായ കാരണം മാറ്റലാണ് നമ്മളിപ്പോ ഈ പറഞ്ഞുകൊണ്ട് നടക്കുക. 5 പൈസ ചെലവില്ല, ഫ്രീ ആയിട്ട് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് താഴെ കമന്റ് ഇടുക. നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ചെയ്യുക.